ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് ഹരിപ്പാട് വരെ പോവാണ് കേട്ടോ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. വീട്ടില് പെയിന്റ് അടിക്കാരും പിന്നെ അല്ലാതെ കുറെ പണിക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോകേണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്റെ ഇടയിൽ കൂടെ പോകാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനാണോ ഈ പണിയൊക്കെ ചെയ്യുന്നത്? ഞാനല്ല. എന്നാലും നമ്മൾ അവർക്ക് കട്ടനും ചായയൊക്കെ കൊടുക്കണമല്ലോ. പക്ഷെ പോകേണ്ട കാര്യത്തിന് പോവാതിരിക്കാനും പറ്റത്തില്ല. എന്നാലും നമ്മൾ പോയി. അങ്ങനെ അവിടെ പോയ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം വേണമെന്ന് ചേട്ടൻ ചോദിച്ചു, കുടിക്കാനോ കഴിക്കാനോ. അങ്ങനെ എൻ്റെ കസിൻ ഈ അടുത്തിടെ ഹരിപ്പാട് KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയ പപ്പാ കഫേയുടെ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അവിടെ പോയി അവിടുത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു. സത്യം പറയാലോ, അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ട അവിടുത്തെ ചെയറിന്റെ കളറാണ് കേട്ടോ. ഒരു വിന്റേജ് ലുക്കായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ തന്നെ ഞാൻ ഈ ഡ്രസ്സ് എനിക്ക് പേഴ്സണലി എനിക്ക് എന്നെ തന്നെ ഈ ഡ്രസ്സിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇടുമ്പോൾ സാധാരണ ഞാൻ എപ്പോഴും ഫോട്ടോസും വീഡിയോസും ഒക്കെ കൂടുതൽ എടുക്കാറ്. അല്ലാതെ ഞാൻ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ പിന്നെ ചേട്ടൻ എൻ്റെ കുറേ ഫോട്ടോ എടുത്തു. ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ തന്നെ നമ്മൾ കൃതിയയ്ക്ക് ലേസ് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് കൃതിയയ്ക്ക് തന്നെ ലേസാണ് കൊടുത്തത് കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് രാവിലെ പോയതുകൊണ്ട് അവിടെ ഫുഡ് അധികം വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കട്ട്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിച്ചു. സത്യം പറയല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ എനിക്ക് സോസ് മസ്റ്റാണ്. എന്നാൽ സോസും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു കട്ട്ലറ്റും കൂടെ കഴിച്ചു. അങ്ങനെ കട്ട്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു സാൻഡ്വിച്ച്, ബർഗർ, ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു കേട്ടോ. ചെന്നപ്പോഴേ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഷാർജ മതിയെന്ന്. ചേട്ടൻ പിന്നെ ഇപ്പൊ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഒരു ക്യാരറ്റ് ജ്യൂസ് ആണ് പറഞ്ഞത് കേട്ടോ. ചേട്ടൻ അതാണ് കുടിച്ചത്. ഞാൻ ഷാർജയും കുടിച്ചു. സത്യം പറഞ്ഞ ഈ ഷാർജ എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും പകുതി കുടിച്ചു കഴിയുമ്പോൾ പിന്നെ ഇത് എങ്ങനെങ്കിലും തീർന്നാൽ മതി എന്നുള്ള ഫീലാണ് കേട്ടോ. ഇത് ഒറ്റയടിക്ക് കുടിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് അതിശയമാണ്. പക്ഷെ ഇന്നും എനിക്ക് അങ്ങനെ കുടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഹരിപ്പാടുകാർക്ക് നമ്മുടെ ലാലേട്ടൻ്റെ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമ കാണാനല്ല വന്നത്, കാരണം കാർത്തിക്കില്ലാതെ നമ്മൾ പോയില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബൊട്ടീക്ക് ഉണ്ടല്ലോ, അവിടെ പോകാനാണ് വന്നത്. അങ്ങനെ നമ്മൾ സത്യത്തിൽ എൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പേരൊന്നും അറിയത്തില്ല, ഞാൻ ഒന്നും എടുത്തില്ല. പെട്ടെന്ന് ധൃതി വെച്ച ഒരു പോക്കായിരുന്നു. കാരണം വീട്ടിൽ പണിക്കാരുള്ളതുകൊണ്ട് പെട്ടെന്നില്ല. അങ്ങനെ അവിടുത്തെ ചേട്ടൻ എനിക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ബംഗാളി പയ്യ അതെ നമ്മുടെ വീട് ഇത് ഇങ്ങനെ ആക്കി സെറ്റപ്പ് ആക്കി ഗസ്. പിന്നെ ഇതിൽ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ പെയിന്റ് ഡേ നടക്കുന്നതുകൊണ്ട് നമ്മുടെ കിച്ചൺ ഇന്ന് ക്ലോസ് ആണ്. മുഴുവൻ സാധനങ്ങളും എന്താ പെറുക്കി വെച്ചിട്ടുണ്ട്. ഇതിന് തിരിച്ച് പെറുക്കി വെക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ കിളി പോയിരിക്കുകയാണ്. അങ്ങനത്തെ നമ്മുടെ ബയ്യക്ക് കട്ടൻ ചായ വേണ്ട, ചായ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ചായ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളവർക്ക് കട്ടൻ മതിയെന്ന് പറഞ്ഞു അവർക്ക് കട്ടനും ഇട്ടു കേട്ടോ. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് അമ്മേനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചേട്ടൻ അമ്മ സാവിത്രി അമ്മ കേട്ടോ. അമ്മയുടെ ഫോട്ടോയാണിത്. ഇതാണ് അമ്മ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം കിളി പോയതുപോലെ ചുമ്മാതെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കൃതിയെ ഉറക്കമായിരുന്നു കേട്ടോ. ഇരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.